അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാ ഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ മശായിഖിനാ വഅലാ വാലിദീനാ. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ചെറിയ അധ്വാനം മൂലം വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റിയ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ നമുക്കായി നിർദ്ദേശിച്ച ചെറിയ ചെറിയ അമലുകളാണ് നാം പറയുന്നത്. ശ്രദ്ധിച്ചാൽ വലിയ പുണ്യം കിട്ടും. അത്തരം മറ്റൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. അൻ സയ്യിദിന അബീ സഈദിൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം മൻ അഖ്റജ അദം മിനൽ മസ്ജിദി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്. ആരെങ്കിലും പള്ളിയിൽ നിന്ന് അഴുക്കിനെയും മ്ലേച്ഛമായവയെയും നീക്കി വൃത്തിയാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിത് വെക്കുന്നതാണ്. അഥവാ സ്വർഗം ഉറപ്പാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എത്ര നിസ്സാരമാണ്, പക്ഷെ കിട്ടുന്നത് എന്താ? സ്വർഗത്തിൽ ഒരു വീട്. നാട്ടിൽ നമുക്കൊരു വീട് ഒരുക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ട്, എത്ര പ്രയാസങ്ങളാ. എന്നാൽ സ്വർഗത്തിൽ വീട് കിട്ടാൻ ഉള്ള വളരെ സിമ്പിളായ ഒരു അമല്, പള്ളിയിൽ കാണുന്ന അഴുക്കുകളെയും വൃത്തികേടുകളെയും ഒക്കെ നീക്കി വൃത്തിയാക്കുക. നമുക്കറിയാം, പരിശുദ്ധ പള്ളികൾ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ഇഷ്ടഭവനങ്ങളാണ്. അള്ളാഹ് ആദരിച്ച വീടുകളാണ്. മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി പകയും പോരും അസൂയയും വിഭാടനം ചെയ്യിപ്പിച്ച് ഹൃദയത്തെ സ്ഫുടം ചെയ്യുന്ന മഹനീയ ഇടമാണ് പള്ളികൾ. ഒരേ സമയത്ത് ഒരുമിച്ചുകൂടി, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഒരുമിച്ചുകൂടി ഒരേ ഇമാമിന് പിന്നിൽ അണിയൊപ്പിച്ച് നിന്ന് രാജാവെന്നോ അടിമയെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ കുട്ടിയെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെയുള്ള ആ സംഘടിത നിസ്കാരം പരിശുദ്ധ ഇസ്ലാമിൻ്റെ വലിയ ഒരു അടയാളമാണ്. വെറും നിസ്കാരത്തിൻ്റെ മാത്രം ഇടമല്ല പള്ളികൾ, മറിച്ച് മുസ്ലിമിനെ ആത്മീയമായി സമുദ്ധരിക്കുന്ന പാഠശാല കൂടിയാണ് പള്ളികൾ. സംസ്കരണ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ടാണ് തിരുനബി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ പരിശുദ്ധ മദീനയിലെത്തിയപ്പോൾ അവിടുന്ന് ആദ്യം ചെയ്ത ദൗത്യം പള്ളി നിർമ്മിക്കലായിരുന്നു. ആദ്യം തൻ്റെ വീട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, മറിച്ച് പള്ളി നിർമ്മിക്കുക. ആ പരിശുദ്ധ പള്ളിയായിരുന്നു 10,000-കണക്കിന് സ്വഹാബത്തിനെ വിശുദ്ധ ഖുർആനിൻ്റെ ചലിക്കുന്ന മാതൃകകളാക്കി വാർത്തെടുത്തത്. ആ പള്ളിയിൽ വെച്ച, വലിയ കോളേജുകളോ മറ്റൊന്നുമല്ല, ആ കൊച്ചു പള്ളിയിൽ വെച്ച്. അപ്പോൾ പള്ളികൾ മുസ്ലിമിൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ഇടമാണ്. കിബറ് പോവാനും അതുപോലെ പൊങ്ങച്ചം പോവാനും താഴ്മ കൂടാനും ഒക്കെ പറ്റുന്ന അതിനുള്ള സാഹചര്യങ്ങളാണ് പള്ളിയിലുള്ളത്. ഇൽമ് പഠിക്കാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ദിക്റുകളും സ്വലാത്തും ചൊല്ലാനും ദുആ ചെയ്യാനും ഏറ്റവും മുന്തിയ ഇടമാണ് പള്ളികൾ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. പക്ഷേ ഇന്ന് മുസ്ലിമിൻ്റെ സമയത്തിൽ അധികവും പാർക്കുകളിലും കോഫി ഷോപ്പുകളിലും മാർക്കറ്റുകളിലും മറ്റു അനാവശ്യ ഇടങ്ങളിലുമാണ് ചെലവഴിക്കപ്പെടുന്നത്. പള്ളിയിൽ പോയി ഖുർആൻ ഓതാനോ, പള്ളിയിൽ പോയി നിസ്കരിക്കാനോ, പള്ളിയിൽ പോയി ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കാനോ ഒന്നും ഇന്ന് നമുക്ക് സമയമില്ല. എന്നാൽ പാർക്കുകളിലും അങ്ങാടികളിലും സൂക്കുകളിലുമൊക്കെ എത്ര മണിക്കൂർ വേണമെങ്കിലും ചെലവഴിക്കാം. തറാവീഹ് ഒരല്പം ദീർഘിച്ചു പോയാൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കും, അല്ലേ? സ്ത്രീകൾക്ക് ഇതൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ
പുണ്യമില്ല എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അവരുടെ വീടുകളിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പോയിട്ടോ ഒന്നുമല്ല തറാവിഹ് നിസ്കരിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവരോട് പറഞ്ഞത് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, വീടാണ് അവർക്ക് ഉത്തമം എന്ന്. അവർക്ക് ഇതൊക്കെ അവിടെ വെച്ച് ആത്മാർത്ഥമായി നിസ്കരിച്ചാൽ കിട്ടും. അതേസമയം തൊട്ടയൽവക്കത്തുള്ള വീടുകളിൽ ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി തറാവി ഏതെങ്കിലും ആ തൊട്ടടുത്ത വീടുകളിൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആവട്ടെ, ചുരുക്കത്തിൽ പള്ളികളെ നാം വല്ലാതെ ആദരിക്കണം. പള്ളിയിൽ കാണുന്ന അഴുക്കുകൾ നാം നീക്കം ചെയ്യണം. പള്ളിയിൽ പ്രാവിന്റെ കാഷ്ടമോ പല്ലിയുടെ കാഷ്ടമോ അല്ലെങ്കിൽ അത്തരം വൃത്തിഹീനമായ വല്ലതും കണ്ടാൽ നാം അവ വൃത്തിയാക്കണം. വൃത്തിഹീനമാക്കുന്ന കുട്ടികളെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. വകതിരിവില്ലാത്ത കുട്ടികളെ നാം അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പള്ളിയെ കരുതിയിരിക്കണം. പള്ളി മുസ്ലിമിന്റെ ഒരു അഭിമാന കേന്ദ്രമാണ്. കഴിഞ്ഞ ദിവസം പരിശുദ്ധ മദീനത്ത് പോയപ്പോൾ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു രംഗം. ഏകദേശം 8 ലക്ഷത്തോളം ആളുകൾ പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ നോമ്പ് തുറക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വല്ലാത്തൊരു ഒരു രംഗമാണ്. അല്ലാഹു തആല ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ മദീനയിലെത്താനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഒക്കെ തൗഫീക്ക് നൽകട്ടെ. അവിടെ വെച്ച് നോമ്പ് തുറക്കാനും തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നോമ്പ് തുറന്ന് മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം മുഅദ്ദിൻ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, അസ്വലാത്തു അലത്തിഫിൽ, അസ്വലാ അലത്തിഫിൽ. ഒരു കുഞ്ഞു കുട്ടിയുടെ മേലുള്ള മയ്യിത്ത് നിസ്കാരമുണ്ട്. മുഅ്മിനീങ്ങളെ, നോക്കണം നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്വം. സത്യത്തിൽ ഒരു കുഞ്ഞിനെ, ഒരു കുട്ടിക്ക് പാപങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പാപങ്ങളുണ്ടോ? ഇല്ല. അവർ പാപങ്ങളില്ലാത്തവരാണ്. അതുകൊണ്ട് അവർക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു പോലുള്ള ദുആകൾ പോലും വേണമെന്നില്ല. കാരണം അവർക്ക് പാപങ്ങളില്ല. ആ കൊച്ചു കുട്ടിക്ക് വേണ്ടി 8 ലക്ഷത്തോളം ആളുകൾ നിസ്കരിക്കുകയാണ്. മാഷാ അല്ലാഹ്. പരിശുദ്ധ ഇസ്ലാമിന്റെ വിലയും നിലവാരവും സ്ഥാനവും മഹത്വവും മറ്റുള്ളവരോടുള്ള പരിഗണനയും അവിടെയാണ് നമുക്ക് മനസ്സിലാവുക. ആരും വിട്ടൊഴിയാതെ എല്ലാവരും ഇമാമിന്റെ കൂടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി ദുആ ചെയ്ത് നിസ്കരിക്കുന്നു. മാഷാ അല്ലാഹ്. അതാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. അതിനെ ആ ആദരവോടെ നാം കണ്ട്, ആ ബഹുമാനത്തോടെ കണ്ട് പള്ളിയെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നിസ്കരിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിൽ പോയി ഇത്തരം അദബുകളൊക്കെ പാലിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് മസ്ജിദുൻ നബവിയിൽ പോയി നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പള്ളിയെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.